ഫ്രണ്ട്സ്, അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ട് ഇന്നലെ ഭയങ്കര ക്ഷീണവും മടിയൊക്കെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനും നിന്നില്ല, വീഡിയോ ഒന്നും എടുക്കാനും പറ്റില്ല കേട്ടോ. ഇന്ന് തൊട്ട് ദുവാമി വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങുവാണ്. സത്യം പറഞ്ഞ ദുവാമിക്ക് സ്കൂളിൽ ഇപ്പോൾ നല്ല മടി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദുവാമിക്ക് ഒട്ടും മടിയില്ല, ഇത് മടി മൊത്തം എനിക്കായിരുന്നു. റെഡിയായി നിൽക്കുക. എനിക്ക് വരുന്നവരേക്ക് ട്യൂഷൻ ക്ലാസ്സിലൊന്നും കയറാവാ. നാളെ തൊട്ട് വിട്ടാലും നീ ആലോചിച്ചെങ്കിലും ദുവാമിക്കുന്ന തന്നെ പോകണമെന്ന് ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ എത്തിപ്പെടുന്ന സ്കൂളിലാക്കാൻ വേണ്ടി അനിയത്തി പെണ്ണും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദുവാമിനെ സ്കൂളിലാക്കിയിട്ട് വാപ്പിച്ചി മോളും കൂടെ തിരിച്ചു വന്നു. ഇക്ക ദുവാമിനെ സ്കൂളിലാക്കിയിട്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ കഴിക്കാനുള്ളത് കൂടെ എടുത്ത് വെച്ച് അപ്പോൾ ദിവാച്ചിക്ക് 2 ഓറഞ്ച് കൊടുത്തു. അപ്പോൾ അവൾ അതും കൊണ്ട് ഇവിടെ ഇരുന്നോളും, നമുക്ക് ഫുഡ് കഴിക്കുമല്ലോ ആ സമയത്ത്. ഇവളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ഒന്ന് ഓറഞ്ച് നല്ല പുളിയാണെന്ന്, പക്ഷെ നല്ല മധുരമുള്ള ഓറഞ്ചായിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ നവരസങ്ങൾ വാരി വിതറുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. 2-3 ദിവസത്തെ കുറച്ച് തുണി കഴിയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിച്ചു. അങ്ങനെ പിന്നെ ഒരു ആപ്പിൾ ഓറഞ്ച് ഒക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴത്തേക്ക് ചോറ് വയ്ക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ ചോറും പച്ചടിയും മീൻകറിയും പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂടി നമ്മൾ ചോറ് കഴിച്ചു. പുളിശ്ശേരി നമ്മൾ വീട്ടിൽ നിന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അങ്ങനെ ചോറ് കഴിച്ചേക്ക് ദുവാമിനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നു. പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു. പക്ഷേ എനിക്ക് അതിന് ട്യൂഷനൊക്കെ കൊണ്ടാക്കിയിട്ടു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ പിന്നെ ദുവാമി ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ രാവിലെ കഴുകിയിട്ട തുണികളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി എടുത്ത് അകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്നേ പിറകെ ഞാൻ സാധാരണ കൊണ്ട് കസേരയെ കൊണ്ടിടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 5-6 ദിവസത്തെ അവിടെ തന്നെ കിടക്കൂട്ടോ. മടക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ ഇവിടുന്ന് മടക്കി അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ അലമാരി വെക്കുക, പാപ്പടി തന്നെ തീർന്നോളൂ. തുണി മടക്കണ നേരത്തെ എനിക്ക് കൂടിന് വേണ്ടിയിട്ട് 2 പേരും വന്ന് പുറത്തിരിപ്പുണ്ടായിരുന്നു. എവിടെ സൂപ്പർ. ആരാ എന്താ എഴുതുന്നേ? ചവിട്ടത്. അയ്യോ ആ കണ്ട് അയ്യടാ അതൊരു ചിരി. എന്തൊരു ചിരി. ഇത്തിപ്പണ് വരയ്ക്കണോ എനിക്ക്? ഇത്തിപ്പണ് എന്ത് വരയ്ക്കുന്നേ? ABCD ചെയ്തടാ. എന്നാ പടം വരച്ചോട്ടാ. ഒരു പൂ വരയ്ക്കോ? ഓക്കെ. താനെന്തോ വരയ്ക്കുന്നേ? അയ്യടാ ചിരിച്ചോണം. എന്തിനും ചോദിച്ചോടനെ അങ്ങ് ചിരിച്ചാൽ മതിയല്ലോ. എന്താ കാണിക്കുന്നേ? ഇക്ക വന്നപ്പോഴത്തേക്കും പൊറോട്ട ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് വന്നു. അപ്പം നമുക്കത് കഴിക്കും. ഉച്ചക്കത്തെ നല്ല ചോറും മീൻകറിയും ഉണ്ടായിരുന്നു. അപ്പം വേണ്ടെന്നും പറഞ്ഞിട്ട് പൊറോട്ട ചിക്കൻ ഫ്രൈ മേടിച്ചു. എന്തൊക്കെ ചിരിച്ചെന്തിനാ? ഞാൻ അയക്കാൻ വിളിച്ചിട്ട് പറഞ്ഞത് ചോറ് കഴിക്കാൻ തോന്നുന്നില്ല, എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമോന്ന്. അങ്ങനെ പൊറോട്ട ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് വന്നു. കുഞ്ഞത്. അപ്പം ഞാൻ പോയി കഴിച്ചിട്ടും വരാം. അങ്ങനെ പൊറോട്ട കഴിച്ചിട്ട് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഇക്ക വന്നപ്പോൾ 5-6 സിപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 എടുത്താൻ കഴിച്ചു. അതിലെനിക്ക് ഫസ്റ്റ് കഴിക്കുന്ന ഗ്രേപ്സിൻ്റെ സിപ്പപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് ഇത്രയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നത്. ബൈ ഫ്രണ്ട്സ്.